ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാവുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക, എന്നിട്ടും 75% ആളുകൾക്ക് 20,000-ൽ താഴെ മാത്രം സാലറി വാങ്ങുന്ന ഒരു ജോലി നിങ്ങൾക്കറിയാമോ? എങ്കിൽ അതാണ് കേരളത്തിലെ സ്പെസിഫിക്കലി സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ടീച്ചേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീസെൻ്റ്ലി ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. UGC നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ വിഷയമല്ല ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ടീച്ചേഴ്സ് നേരിടുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, മേ ബി അതിൻ്റെ പോസിബിൾ റീസൺസ് എല്ലാം ആണ് ഈ ഒരു വീഡിയോയിലും ഇനി വരുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോകളിലും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് ഇഫറേറ്റ്സിൽ നിന്നും പരിചയത്തിലുള്ള ആളുകളിൽ നിന്നും ഞാൻ ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കേസ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എത്രത്തോളമാണ് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നുള്ളത്, എത്രത്തോളമാണ് നോർമൽ ഒരാൾക്ക് ലൈഫ് എക്സ്പെൻസിന് വേണ്ടി വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ഞാൻ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ളത്, ഏകദേശം 25% ആളുകൾക്ക് കിട്ടുന്നത് 15,000-ൽ താഴെ സാലറിയാണ് എന്നുള്ളതാണ്. ഇത് ടോട്ടൽ അറൗണ്ട് ഒരു 20ലേക്ക് എത്തുമ്പോൾ 75% അറൗണ്ട് ആളുകൾക്ക് 20,000-ൽ താഴെ മാത്രം ശമ്പളമാണ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ആണ് ആ സാലറി എന്നുള്ളതും ഇന്നുള്ള ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാലത്ത് എത്രത്തോളം ആയിരിക്കും ആളുകൾക്ക് ആ ഒരു സാലറിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതും. ഡെഫിനറ്റ്ലി ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് റീസണുകളുണ്ട്. ഗവൺമെൻറ് റൂൾസ് തൊട്ടിട്ട് UGC നിർദ്ദേശങ്ങൾ തൊട്ടിട്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ പ്രോഫിറ്റ് മെൻറ്റാലിറ്റി തൊട്ടിട്ട് അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും വലിയ റീസണുകളിലൊന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിലെ വളരെ വലിയ അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് എന്നുള്ളത് തന്നെയാണ്. ഈ അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസുകൾ ബാക്കിയുള്ള ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരുപാട് ആളുകൾ PG കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്തതുണ്ട്. അപ്പം നമ്മൾ പറയുന്ന സാലറിക്ക് ജോലി ചെയ്യാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ള ഒരു എംപ്ലോയേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റിയും, അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത കാലത്ത് ഏത് ജോലിയാണോ ഉള്ളത് അതെങ്കിലും ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നുമാണ് ഈ വളരെ ചെറിയ സാലറി വാങ്ങുന്ന ഒരുപാട് സെറ്റ് ഓഫ് ആളുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെൽഫ് ഫൈനാൻസിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് സാലറി എന്നുള്ളത് തന്നെയാണ്. വിശദമായിട്ട് അതിൻ്റെ ഓരോരോ കാരണങ്ങൾ ഹോപ്പ്ഫുള്ളി നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. രണ്ടാമതായിട്ട് ഫീൽ ചെയ്യുന്ന സാലറി എന്ന് പറഞ്ഞ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ്, ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു എമൗണ്ട് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള, ഈവൻ ദോ ഇങ്ങനെയാണ് സാലറി എങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഒരു ജോബ് ഇൻസെക്യൂരിറ്റിയും ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ ടീച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല കോളേജുകളും ഒരു ഇയർലി ബേസിസ് ആണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈവൻ ദോ ടെമ്പററി ആണ്. ഇന്ത്യയിലെ അതുപോലെ കേരളത്തിലെ പല സിസ്റ്റംസും ടെമ്പററി എന്നുള്ളൊരു സിസ്റ്റമാണ്, പെർമനൻ്റ് എന്നുള്ള സിസ്റ്റം അല്ല. അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ മുമ്പ് പലയിടത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുവൽ ആയിട്ടുള്ള ഒരുപാട് ഇൻക്രിമെൻറ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സാലറി അപ്രൈസലുകൾ, ഇങ്ങനെയുള്ള പല സിസ്റ്റംസ് ഒഴിവാക്കാനും കണ്ടിന്യൂസ് ആയിട്ട് പല ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് പ്രിവിലേജുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കാം പല കേസുകളിലും കോളേജുകളിൽ ഓൺ ഇയർലി ബേസിസ് ആണ് ടീച്ചേഴ്സിന് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ജോബ് ഇൻസെക്യൂരിറ്റി ഇതുമായി റിലേറ്റഡ് ആയിട്ട് ആളുകൾക്കുണ്ട്. കാരണം അതുമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങളില്ല. ഇനി ഈ ഒരു കൊല്ലം കഴിഞ്ഞാലും അടുത്ത കൊല്ലത്തേക്ക് എന്താണ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളൊരു സൊസൈറ്റിയിൽ, വളരെ ചീപ്പായിട്ട് ലേബറുകൾ അവൈലബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നമുക്ക് എത്രത്തോളം അടുത്ത വർഷം സെക്യൂർ ആണ്, പിറ്റത്തെ വർഷം സെക്യൂർ ആണ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു ആംബിഗിറ്റിയുമായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സെൽഫ് ഫൈനാൻസിങ് ടീച്ചേഴ്സ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ വർക്ക് എന്നുള്ളതാണ്. മേ ബി നമ്മളവിടെ അവരെ ടീച്ചേഴ്സ് എന്ന് വിളിക്കുമെങ്കിൽ പോലും പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എക്സാക്ട്ലി ടീച്ചിങ് എന്നുള്ള രീതിയിലുള്ള, മെൻറ്ററിങ് എന്നുള്ള രീതിയിലുള്ള വളരെ കുറഞ്ഞ ജോലി മാത്രമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പല കേസുകൾക്ക് ഇപ്പോൾ NAC നിർബന്ധമായതുകൊണ്ട് തന്നെ
കാര്യമായിട്ട് നാക്ക് വർക്കുകൾ, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ, മുൻ വർഷങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കുന്നത്. പല സെൽഫ് ഫൈനാൻസിങ് ടീച്ചേഴ്സിനും ചില കേസുകളിലൊക്കെ ഒരുപാട് കഴിഞ്ഞ 5 വർഷത്തെ ഈവൻ അവർ തന്നെ കഴിഞ്ഞ 3, 4, 5 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ അവർ ചില PG പോലും ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ പല കേസുകളും ഇറ്റ് ഹാപ്പൻസ് വിത്ത് വാട്ട് വി കൻ സേ ഒരു ക്ലർക്ക് പോലെ ആവുന്നുണ്ടെന്നാണ്. ഇതൊരു പരിധി വരെ സെൽഫ് ഫൈനാൻസിങ്ങിൽ മാത്രമല്ല കേട്ടോ, ഈവൻ ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെയുള്ള ഒക്കെ എയ്ഡഡ് കോളേജുകളിലെല്ലാം ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടീച്ചിങ്ങിനേക്കാളേറെ മെൻറ്ററിങ്ങിനേക്കാളേറെ വാട്ട് വി കൻ സേ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ആസ്പെക്റ്റുകളിലേക്ക് ടീച്ചർമാരുടെ ജോലി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ഗവൺമെൻറ് എല്ലാ ആസ്പെക്റ്റിലും നമുക്കൊരു അക്കൗണ്ടബിലിറ്റി, ഒരു ജോബ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ ഉണ്ടാവാം. പക്ഷേ സെൽഫ് ഫൈനാൻസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു സിറ്റുവേഷനിലാവുമ്പോൾ ദോസ് ഹു ഹാവ് ദ സെക്യൂരിറ്റി അല്ലെങ്കിൽ ദ മാനേജ്മെൻറ്റ് അവർക്ക് ഒന്നുകൂടി എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് അല്ലേ. കുറച്ചുകൂടി അധികം ടാസ്ക് കൊടുക്കുക, ഇതും കൂടി കൊടുക്കുക, അതും കൂടി ചെയ്യുക, ഓക്കെ, നാക്കിൻ്റെ എക്സ്ട്രാ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആളുകളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അവർ സെക്യൂർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷം സെക്യൂർ ആവുക എന്നുള്ളത് ലൈഫ് മുന്നോട്ട് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പല രീതികളിലുള്ള ഓക്കെ, അതായത് ത്രൂ ഔട്ട് അവരെ എക്സോസ്റ്റഡ് ആക്കുന്ന പഠനത്തിനേക്കാളേറെ ഒരുപാട് എക്സ്ട്രാ ഡോക്യുമെൻറ്റേഷൻ പല ആസ്പെക്റ്റുകളിലേക്കും ലെസ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ എടുത്തിട്ട് ക്ലർക്കുമാരെ അധികം എടുക്കാതെ ടീച്ചേഴ്സിനെ കുറച്ചെടുത്തിട്ടെല്ലാം ടീച്ചേഴ്സിനോട് വർക്ക് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് പല കോളേജുകളിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നൊരു ആസ്പെക്റ്റാണ് മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മളൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും വലിയ ബഹുമാനം അറിയിക്കുന്ന, റെക്കഗ്നിഷൻ അറിയിക്കുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്നുള്ളത്. ആളുകളെ ഉണ്ടാക്കുന്ന, ഭാവി നിർമ്മിക്കുന്ന ജോലിയാണത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിന്, സ്പെസിഫിക്കലി സെൽഫ് ഫൈനാൻസിങ് ടീച്ചേഴ്സിന് അവർക്ക് അർഹിക്കുന്ന റെക്കഗ്നിഷൻ, ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ നമ്മളെ ഒരു വളരെ എന്താ വെച്ചാൽ ആ ഒരു ഫ്രെയിമിൽ വളരെ ഒരു ലോവർ ലെവലിൽ കാണുന്ന രീതിയിൽ, വേണ്ട അംഗീകാരം കൊടുക്കാത്ത രീതിയിൽ, അതുപോലെ തന്നെ വേണ്ട ട്രെയിനിങ് കൊടുക്കാത്ത രീതിയിലുള്ള പല ആസ്പെക്റ്റുകളും അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെയുള്ള ഒരു അടുത്തൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്നത് അവരുടെ ജോലിയുമായിട്ട്, അവരുടെ ആസ്പെക്റ്റുകളുമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമോ ഗവൺമെൻറ് റൂൾസോ മെക്കാനിസംസോ ഇല്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് അങ്ങനെ മുമ്പ് റൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിറ്റികൾ പലതും അത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് എൻഫോഴ്സ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. ഇപ്പം റീസെൻ്റായിട്ട് വന്നിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊക്കെ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ UGC നെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ഡെഫിനറ്റ്ലി ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് നല്ലതാണ് ലോങ് ടൈമിലേക്ക്. പക്ഷെ അതേസമയം അതൊരു പെട്ടെന്നൊരു തീരുമാനമായിട്ട് വരികയാണെങ്കിൽ അത് ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കേട്ടറ്റിനൊക്കെ കൊടുത്ത പോലെ ചിലപ്പോൾ 1-2 വർഷം അവർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ഗവൺമെൻറ്റോ യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് പെട്ടെന്ന് മാറി വരുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്, പെട്ടെന്ന് മാറി വരുന്ന പോളിസികൾ എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിലെയും കേരളത്തിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്, എസ്പെഷ്യലി സെൻട്രൽ പോളിസികളിലാണുള്ളത്. അപ്പം അതും അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളല്ലാതെ ആസ് എ സെൽഫ് ഫൈനാൻസിങ് ടീച്ചേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. വിശദമായിട്ട് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് സജഷൻസ് മാത്രം ഞാൻ പറയാം, ബാക്കിയുള്ള സജഷൻസ് നിങ്ങളും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പറയുക. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ സാലറിയുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തമായൊരു പോളിസി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ബേസിക്കലി ഗവൺമെൻറ് തന്നെ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഓപ്ഷനുകൾ ഉണ്ടാക്കുക എന്നുള്ളതും, സാലറി ഇപ്പം പറഞ്ഞ പോലെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് മിനിമം സാലറി എന്നുള്ളതും, ഇപ്പം മറ്റു പല കേസുകളിലും ഗവൺമെൻറ് ഒരു മിനിമം സാലറി ആസ്പെക്റ്റുകളിലൊക്കെ ഉണ്ട്. ഓക്കെ, മിനിമം വേജ് ആക്ട് എന്നൊക്കെ നമ്മൾ പറയും. കോളേജുകൾക്കും സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾക്കെല്ലാം ഉൾപ്പെടെ അങ്ങനെ ഒരു മിനിമം വേജ് ഉണ്ടാക്കുക, മിനിമം സാലറി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ മാനേജ്മെൻറ്റുകളുടെ കൺസേണുകൾ ഉണ്ടാവാം. ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ഹാസ് ടു കൺസിഡർ ദാറ്റ് ഓൾസോ. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ്
ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിലും വരുന്ന വർക്കുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് പോസിബിൾ ആയിട്ട് യൂണിവേഴ്സിറ്റി പോസിബിൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ JD-യുടെ ഭാഗമായിട്ട് അവരുടെ സാലറിയുടെ ഭാഗമായിട്ട് ആ ജോലികൾ മാത്രമായിരിക്കണം ടീച്ചർമാർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ എക്സാം പേപ്പർ വാല്യുവേഷനൊക്കെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്ന പോലെ ഒരു എക്സ്ട്രാ ക്യാഷ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റംസ് ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു സീരിയസ് ആയിട്ടുള്ള കൺസേണുകളാണ് ജോബ് ഇൻസെക്യൂരിറ്റി എന്നുള്ളത്. ഈവൻ ടെമ്പററി കേസുകളാണെങ്കിലും ഒക്കെ നമ്മൾ കോൺട്രാക്ച്വൽ ബേസിസിലാണെങ്കിലും അതിലും മിനിമം വാട്ട് വീക്കെൻഡ്സ് ഒരു ഇയർ കൊണ്ടുവരാൻ പോസിബിലിറ്റി ഉള്ള കേസുകളിൽ ആ ഇയർ കൊണ്ടുവരിക എന്നുള്ളതും, അതിൻ്റെ കേസുകളും ഇൻക്രിമെൻറ്റ് സാലറി അപ്രൈസൽ പോലെയുള്ള മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ ഗവൺമെൻറ് വ്യക്തമായ പോളിസികൾ ഉണ്ടാക്കുക എന്നുള്ളതും ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് തോന്നുന്നത്. അവസാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം, മാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പോളിസികളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു ക്വാളിഫിക്കേഷൻ കമ്പൽസറി ആക്കുമ്പോൾ അത് അടുത്ത മാസം തൊട്ടിട്ട് പിറ്റത്തെ മാസം തൊട്ടിട്ട് എന്നുള്ളതിനേക്കാളേറെ ആ ഒരു പോളിസിയിലേക്ക് വരാനുള്ള മതിയായ സമയം ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ള, എൻ്റെ ഡിസ്കഷനിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും സ്റ്റുഡൻസിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇതിൽ സാലറി ആണെങ്കിലും എക്സ്ട്രാ വർക്ക് ആണെങ്കിലും അവ തന്നെ വിശദമായിട്ട് വീഡിയോകൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരു സെൽഫ് ഫൈനാൻസിങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുക, കമൻറ്റ് സെക്ഷനിൽ പറയുക, അതുപോലെ തന്നെ സൊല്യൂഷൻസും പറയുക. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ വശങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ടുഗദർ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇൻജസ്റ്റിസിനെതിരെയും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൂടുതൽ ഒരു വാട്ട് വി ക്യാൻ സേ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പം നമ്മളെ കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് സാധിക്കുക. നമുക്ക് സംസാരിച്ചു കൊണ്ടേ ഇരിക്കാം.